ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു പാനിലോട്ട് കുറച്ച് നമ്മുടെ മിക്സറുണ്ടല്ലോ, മിക്സറും ഇനി അതിലേക്ക് ഒരു രണ്ട് ഉരുളക്കിഴങ്ങും ചേർത്ത് ഇങ്ങനൊരു ഐറ്റം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? എൻ്റെ പൊന്നോ, ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അത് ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അത് വേവാനും പാകത്തിന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കിനി ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 4 വിസിലൊക്കെ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടണേ. അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് അടുപ്പത്തേക്ക് മാറ്റാം. ഇപ്പോൾ ദാണ്ടെ ഒരു 4 വിസിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുക്കറിൽ സ്റ്റീമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ദാണ്ടെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ കളഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിതൊന്ന് അരിഞ്ഞെടുത്ത് കൊണ്ടുവരാം. ഏതാണ്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇതുപോലൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു സവാള എടുത്തിട്ടുള്ളൂ, അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ നമുക്ക് കറി വെക്കാനൊന്നും അധികം സാധനങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതുപോലെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനൊക്കെ മേടിച്ച് വെച്ചേക്കുന്ന മിക്സറോ 2 ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വേറെ കറിയൊന്നും ആവശ്യമായിട്ട് വരില്ല കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഇതുപോലെ ഒന്ന് മിക്സാക്കി സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ചേർക്കുന്ന വീഡിയോ കാണിക്കാനും വിട്ടുപോയതാണ്. വീഡിയോ ഷൂട്ട് ആയില്ലായിരുന്നു കേട്ടോ. അപ്പം സവാള ഒന്ന് ജസ്റ്റ് വാടി വന്നപ്പോഴേക്കും ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് കുഴഞ്ഞു വരുന്ന പാകം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതാണ് അതിൻ്റെ ഒരു പാകം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴഞ്ഞു വരുന്നവരെയും ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ചേർക്കുന്ന നമ്മുടെ ബേസിക് മസാലകളൊക്കെ തന്നെയുള്ളൂ. ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾക്കതിന് പകരം എരിവുള്ള മുളക് പൊടി ചേർക്കണമെങ്കിൽ അത് വേണമെങ്കിൽ ചേർക്കാം. ഇനി നമുക്ക് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെയും നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇപ്പോൾ അതാണ്ട് നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതാണ് ഇതുപോലെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ഒന്ന് ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി വെള്ളം വേണമെന്ന് തോന്നിയിട്ട് ഞാനൊരല്പം വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആദ്യം ഒരുപാട് ചേർക്കണ്ട കേട്ടോ, കുറച്ച് മാത്രം ഒന്ന് ചേർക്കുക. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർത്താൽ മതി. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി നമുക്കിത് നല്ല പോലെ ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതാണ്ട് ഇതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം.
ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമ്മളിവിടെ വേവിച്ച് അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഉരുളക്കിഴങ്ങിനെ അരിഞ്ഞും അല്ലാതെ ഉടച്ചെടുത്തും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നത് എനിക്കൊരു ഇഷ്ടമായതുകൊണ്ട് ഞാനിതുപോലെ അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അത് ചേർക്കാവേ. ഇനി ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പോളം മിക്സ്ചർ ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ മിക്സർ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മിക്സ്ചറൊക്കെ എടുക്കാം. പല രീതിയിലുള്ള മിക്സ്ചറൊക്കെ അവൈലബിൾ ആണല്ലോ. പക്ഷേങ്കിൽ ഈ മധുരമൊക്കെ വരുന്ന മിക്സ്ചർ ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്കൊക്കെ മധുരം കഴിക്കാൻ കിട്ടുന്ന അത് ചേർക്കണ്ട. അല്ലാത്ത ഏത് മിക്സ്ചർ വേണമെങ്കിലും എടുക്കാവേ. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുന്നവരെയും ഒന്നങ്ങ് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് വെള്ളം വറ്റിക്കണ്ടെങ്കിൽ കുറച്ചും കൂടെ മുന്നേ ഒന്ന് ഓപ്പൺ ചെയ്ത് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. എനിക്കിതുപോലെ കട്ടിയായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഞാനിത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇത്രയും വെള്ളം വറ്റിച്ചെടുത്തത്. അപ്പം ഇത് ദോശേൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയും ഒക്കെ അങ്ങ് പോകും കേട്ടോ. ബന്നിൻ്റെ കൂടെയൊക്കെ പോവും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നമുക്ക് ദോശേൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ചർ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഒന്നിൻ്റെ കൂടെ അല്ലാതെ ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ദോശേൻ്റെ കൂടെയോ ചപ്പാത്തീൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ബന്നിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും മിക്സ്ചർ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.